പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും സമാധാനത്തിലും സന്തോഷത്തിലും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ അനന്തമായ കരുണയും ദൈവശാന്തിയും നിങ്ങളുടെ ജീവിതങ്ങളിൽ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് സാമ്പത്തിക വർഷത്തിലെ 23-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ചയിലുള്ള തിരുവചനങ്ങളെക്കുറിച്ചാണ്. നമ്മൾ സാധാരണയായി മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകുമ്പോഴും സ്വന്തം ഉള്ളിലെ കുറവുകൾ തിരിച്ചറിയുന്നതിൽ പലപ്പോഴും മടി കാണിക്കുന്നു. വിശുദ്ധ പൗലോസ് തന്റെ ജീവിതത്തിലെ പഴയ അവസ്ഥയെ തുറന്ന് സമ്മതിക്കുകയും ദൈവകൃപ തന്നെയാണ് അതുപോലെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരാളുടെ കണ്ണിലെ ചെറുകരടിനേക്കാൾ സ്വന്തം കണ്ണിലെ വലിയ തടിയാണോ ആദ്യം നീക്കം ചെയ്യേണ്ടത് എന്നാണ്. അതിനാൽ ഇന്ന് നമ്മൾക്കു ലഭിക്കുന്ന വലിയ സന്ദേശം ആത്മപരിശോധനയുടെ പ്രാധാന്യവും ദൈവകൃപയുടെ മാറ്റത്തിന്റെ ശക്തിയും തിരിച്ചറിയുക എന്നതാണ്. മറ്റൊരാളെ വിലയിരുത്തുന്നതിനു മുൻപ് സ്വന്തം കുറവുകൾ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് അവിടുത്തെ കരുണയിലാശ്രയിക്കാൻ നമ്മെ ഈ തിരുവചനങ്ങൾ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ വിശുദ്ധ വചനങ്ങളുടെ ആഴത്തിലേക്ക് കടക്കാം. ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്ന ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തേയോസിനെഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ളതാണ്. 1 തിമോത്തേയോസ് 1-ാം അധ്യായം 1-ാം വരി മുതൽ 2-ാം വരി വരെ. 1 തിമോത്തേയോസ് 1-ാം അധ്യായം 1-ാം വരി മുതൽ 2-ാം വരി വരെ 12-14. ഈ വചനങ്ങളിൽ പൗലോസ് ദൈവത്തിന്റെ കൽപ്പനപ്രകാരം ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ താൻ വിശ്വാസത്തിൽ യഥാർത്ഥ പുത്രനായ തിമോത്തേയോസിനോട് സ്നേഹപൂർവം എഴുതുന്നു. ദൈവപിതാവിനെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് കൃപയും കാരുണ്യവും സമാധാനവും ലഭിക്കട്ടെ എന്നു അദ്ദേഹം ആശംസിക്കുന്നു. തന്റെ ജീവിതത്തെ ഓർത്തെടുത്തുകൊണ്ട് പൗലോസ് തുറന്നു പറയുന്നു, സ്വന്തം ശക്തിയാലല്ല, എന്നാൽ യേശുക്രിസ്തു തന്നെയാണ് എന്നെ ശക്തനാക്കി ശുശ്രൂഷയ്ക്ക് വിളിച്ചു നിയോഗിച്ചതെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി ലഭിച്ച ദൈവകൃപ തന്റെ ജീവിതത്തിൽ ധാരാളമായി നിറഞ്ഞൊഴുകിയതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു അത്ഭുതകരമായ സാക്ഷ്യമാണ്. മനുഷ്യന്റെ പരാജയങ്ങളും തെറ്റുകളും ദൈവത്തിന്റെ കരുണയിൽ വഴിമാറുമ്പോൾ ജീവിതം എങ്ങനെ പൂർണ്ണമായും മാറ്റപ്പെടുന്നു എന്നതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യാനിയാകുന്നതിനു മുൻപ് സാവൂൽ എന്നറിയപ്പെട്ടിരുന്ന പൗലോസ് തിരുസഭയെ എത്ര ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് നമുക്കറിയാം. ക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുന്നവരെ വേട്ടയാടിയും കാരാഗൃഹത്തിൽ അടച്ചിടുകയും വധിക്കാൻ വരെ തയ്യാറാവുകയും ചെയ്തിരുന്ന അദ്ദേഹം തന്റെ പ്രവൃത്തികൾ ദൈവത്തിനു വേണ്ടിയുള്ളതാണ് എന്നു ആത്മാർത്ഥമായി കരുതിയിരുന്നു. എന്നാൽ ദമാസ്കസിലേക്കുള്ള യാത്രയിൽ യേശുവിനെ നേരിൽ കണ്ടുമുട്ടിയ നിമിഷം അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും മറിഞ്ഞുപോയി. താൻ എത്ര വലിയ അന്ധകാരത്തിലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. ഇന്നത്തെ വചനത്തിന്റെ മുഖ്യ സന്ദേശം ഇതിലാണോ? പൗലോസ് തന്റെ പഴയ ജീവിതത്തെ ഓർത്തു എനിക്കു കാരുണ്യം ലഭിച്ചു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ അളവറ്റ സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത് എന്നത് തന്റെ തെറ്റുകൾക്ക് കാരണങ്ങൾ കാണിക്കാനല്ല, ദൈവകാരുണ്യത്തിന്റെ മഹത്വമുയർത്തിക്കാട്ടാനാണ്. പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ പാഠമിതാണ്. നമ്മുടെ ഭൂതകാലം എത്ര തെറ്റുകളാലും പാപങ്ങളാലും നിറഞ്ഞാലും ദൈവകൃപയ്ക്ക് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. പലരും പഴയ ഓർമ്മകളിൽ കുടുങ്ങി കുറ്റബോധത്തിലും നിരാശയിലും കഴിയുമ്പോൾ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ കർത്താവിന്റെ കൃപ സമൃദ്ധമായി എന്റെ മേൽ വർഷിച്ചു. അതേ കൃപ തന്നെയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളും നമ്മുടെ ജീവിതത്തെ തുറന്ന കണ്ണുകളോടെ നോക്കാൻ പഠിക്കണം. നമ്മുടെ തെറ്റുകളും ബലഹീനതകളും തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാൻ ധൈര്യം കാണിക്കണം. അപ്പസ്തോലൻ പൗലോസിനെപ്പോലെ, കർത്താവേ, ഞാൻ ദുർബലനും പാപിയുമാണ്, എങ്കിലും നിന്റെ കൃപ എന്നിൽ മഹത്തായ കാര്യങ്ങൾ നടത്താൻ ശക്തമാണ് എന്നു പ്രാർത്ഥിക്കാൻ
നമുക്കും കഴിയണം. സ്വന്തം പരിമിതികളെ തിരിച്ചറിഞ്ഞവൻ മാത്രമാണ് മറ്റുള്ളവരോടു കരുണയും സഹാനുഭൂതിയും കാണിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6:16 മുതൽ 42 വരെയുള്ള ഭാഗത്ത് യേശു ശിഷ്യന്മാരോട് പറയുന്നു, അന്ധന് അന്ധനെ നയിക്കാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴും. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, എന്നാൽ പൂർത്തിയായി പഠിച്ച ശിഷ്യൻ ഗുരുവിനെപ്പോലെയാവും. സഹോദരന്റെ കണ്ണിലെ ചെറിയ കരടിനെ മാത്രം നോക്കി സ്വന്തം കണ്ണിലെ വലിയ തടിയെയോർത്തില്ലെങ്കിൽ അതെന്ത് ന്യായം? ആദ്യം സ്വന്തം കണ്ണിലെ തടിക്കഷണം നീക്കുക, പിന്നെ സഹോദരന്റെ കണ്ണിലെ കരടു നീക്കാൻ നിനക്കു വ്യക്തമായി കാണാൻ കഴിയും. ഇതാണ് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആത്മപരിശോധനയ്ക്ക് മുൻഗണന കൊടുക്കുക, പിന്നെ മാത്രമേ മറ്റുള്ളവരെ നയിക്കാനും തിരുത്താനും നമുക്ക് കഴിയൂ. പ്രിയ സുഹൃത്തുക്കളെ, വളരെ ലളിതമായെങ്കിലും അത്യന്തം ആഴമുള്ള ഒരു ഉപമയിലൂടെ യേശു നമ്മോട് സംസാരിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ ദിവസേനയുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹം തുറന്നുകാട്ടുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടാനും അവരുടെ തെറ്റുകളും കുറവുകളും കണ്ടെത്താനും നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കുമ്പോൾ സ്വന്തം ഹൃദയത്തെ പരിശോധിക്കാൻ നമ്മൾ പലപ്പോഴും മടിക്കുന്നു. അന്ധൻ അന്ധനെ നയിക്കുമോ എന്ന യേശുവിന്റെ ചോദ്യം ശാരീരിക കാഴ്ചക്കുറവിനേക്കാൾ ആത്മീയമായ അന്ധതയെക്കുറിച്ചാണ്. സ്വന്തം ദുർബലതകളെ തിരിച്ചറിയാതെ നടക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ ശരിയായ വഴിയിലേക്ക് നയിക്കാനാകില്ല. ഒടുവിൽ ഇരുവരും ഒരുമിച്ച് കുഴിയിലെ. നാം പലപ്പോഴും ഒരാളുടെ ജീവിത സാഹചര്യം, വേദന, പോരാട്ടം ഒന്നും മനസ്സിലാക്കാതെ ചെറിയൊരു തെറ്റിന്റെ പേരിൽ വിമർശിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. എന്നാൽ യേശു ചോദിക്കുന്നു, നീ സഹോദരന്റെ കണ്ണിലെ ചെറു കരട് കാണുമ്പോൾ സ്വന്തം കണ്ണിലെ വലിയ തടിക്കഷണം എന്തുകൊണ്ട് അവഗണിക്കുന്നു? കരട് ചെറിയൊരു പിഴവാണ്. അത് മറ്റുള്ളവർക്ക് എളുപ്പം കാണാം. പക്ഷേ തടിക്കഷണം വലിയൊരു തടസ്സമാണ്. അത് നമ്മുടെ തന്നെ കാഴ്ചയെ മൂടുന്നു. അത് നമ്മുടെ അഹങ്കാരമാകാം, അസൂയയാകാം, വെറുപ്പോ സ്വാർത്ഥതയോ ആയേക്കാം. ഈ തടിക്കഷണം നീക്കാതെ നാം മറ്റൊരാളുടെ ചെറിയ കുറവിനെപ്പോലും വിസ്തൃതമാക്കി കാണും. അതുകൊണ്ടുതന്നെ യേശുവിന്റെ ഈ വചനങ്ങൾ. പ്രിയ സുഹൃത്തുക്കളെ, ഒരു ചെറിയ കഥ പങ്കുവെക്കാം. ഒരു ഗ്രാമത്തിലെ ചിത്രകാരൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രം വരച്ചു. അത് കവലയിൽ പ്രദർശിപ്പിക്കുകയും താഴെ, ഈ ചിത്രത്തിൽ തെറ്റുകൾ കാണുന്നുവെങ്കിൽ ദയവായി അടയാളപ്പെടുത്തുക എന്ന് കുറിക്കുകയും ചെയ്തു. വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ ചിത്രമൊട്ടാകെ അടയാളങ്ങളാൽ മലിനമായിരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ടായി. വിഷമത്തോടെ ഗുരുവിനോട് പറഞ്ഞു. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനേ, നീ വിഷമിക്കേണ്ട. ഇതേ ചിത്രം വീണ്ടും വരച്ചു പ്രദർശിപ്പിക്കൂ. പക്ഷേ ഇത്തവണ അടിയിലെഴുതുക, ഇവിടെ നിങ്ങൾക്ക് തെറ്റുകൾ കണ്ടാൽ സമീപമുള്ള ബ്രഷും നിറവും ഉപയോഗിച്ച് അത് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ അതിനെ തിരുത്താൻ ധൈര്യവും കഴിവും ആവശ്യമാണ്. അതിന് തയ്യാറാകുന്നവർ വിരളരാണ്. യേശുവിന്റെ വാക്കുകളും ഇതുതന്നെ നമ്മോടു പറയുന്നു. കപടനായവനെ, ആദ്യം സ്വന്തം കണ്ണിലെ തടിക്കഷണം നീക്കുക. അതായത്, മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിയുകയും ദൈവത്തിന്റെ കൃപയിൽ സമർപ്പിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനകൾ, കർത്താവേ, അവൻ തെറ്റാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തു എന്ന നിലയിലല്ല. മറിച്ച്, കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്താണ് തെറ്റ്? പ്രിയ സുഹൃത്തുക്കളെ, കുടുംബജീവിതത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒന്നാണ് പരസ്പര കുറ്റപ്പെടുത്തലും നിരന്തര വിമർശനവും ഒഴിവാക്കുക. ഭർത്താവും ഭാര്യയും തമ്മിൽ എല്ലായ്പ്പോഴും കുറ്റം ചുമത്തുകയും മാതാപിതാക്കൾ മക്കളെ നിരന്തരം വിമർശിക്കുകയും ചെയ്യുമ്പോൾ സ്നേഹബന്ധങ്ങൾ തകരാറിലാകും. ഒരമ്മ തന്റെ മകന്റെ മുറി എപ്പോഴും അലങ്കോലമായി കിടക്കുന്നതിനെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരുന്നു.
പക്ഷേ ഒരിക്കൽ പ്രാർത്ഥനയുടെ സമയം അവർ തിരിച്ചറിഞ്ഞത് തന്റെ സ്വന്തം ജീവിതത്തിലും ഒരു ക്രമമില്ലെന്നായിരുന്നു. പ്രാർത്ഥനയിലും ജോലികളിലുമെല്ലാം ഒരക്രമം. അത് മനസ്സിലാക്കിയപ്പോൾ ആദ്യം തന്റെ ജീവിതത്തിൽ തന്നെ ചിട്ട കൊണ്ടുവരാൻ അവർ അതിനാൽ യേശു പറയുന്നത് മറ്റുള്ളവരെ ഒരിക്കലും തിരുത്തരുത് എന്നാണ്. അല്ല, തിരുത്തൽ ആവശ്യമാണ്, പക്ഷേ അതിന് യോഗ്യത വേണം. ആത്മപരിശോധനയിലൂടെ വിനയത്തിലൂടെ കടന്നുപോയ ഒരാൾക്കേ മറ്റുള്ളവരെ ശരിയായി തിരുത്താൻ കഴിയൂ. സ്വന്തം കുറവുകളെ തിരിച്ചറിയുന്ന ഒരാൾ മറ്റൊരാളെ വിധിക്കാൻ കഴിയില്ല. സ്നേഹിക്കാനും കരുണയോടെ നയിക്കാനേ കഴിയൂ. ഇന്നത്തെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് തന്നെ ഒരു ഉദാഹരണമാണ്. അദ്ദേഹം തന്റെ ജീവിതത്തിലെ തടിക്കഷണങ്ങളെ അംഗീകരിച്ചു. ഞാനൊരിക്കൽ പീഡകനും ദൂഷകനുമായിരുന്നു എന്ന് തുറന്നു സമ്മതിച്ചു. ആ തിരിച്ചറിവാണ് അദ്ദേഹത്തെ വിനയത്തിലേക്കും ദൈവകൃപയുടെ മഹത്വം പ്രിയ സഹോദരങ്ങളെ, സുവിശേഷത്തിൽ യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് വളരെ വ്യക്തമാണ്. ആദ്യം നമ്മുടെ ജീവിതത്തിലെ തടിക്കഷണങ്ങളെ തിരിച്ചറിയുക. പൗലോസിന് തന്റെ ജീവിതത്തിലെ വലിയ തടസ്സം സഭയെ പീഡിപ്പിച്ചതായിരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് വിദ്വേഷമാകാം, ക്ഷമിക്കാനാവാത്ത മനോഭാവമാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയുള്ള മുൻവിധികളാകാം. അപ്പോൾ ചോദ്യം, ഇന്നത്തെ വചനങ്ങൾ കേട്ടതിനു ശേഷം നമ്മിൽ എന്തു മാറ്റമുണ്ടാകണം? ഞാൻ നിങ്ങൾക്ക് ഒരു ലളിതമായ പ്രായോഗിക നിർദ്ദേശം നൽകുന്നു. കുറവിനെക്കുറിച്ച് പറയാൻ വായ് തുറക്കുമ്പോൾ ഒരു നിമിഷം നിർത്തി കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കുക. ഈശോയെ, മറ്റൊരാളെ വിധിക്കുന്നത് നമ്മുടെ സംസാരത്തിലും ചിന്തകളിലും പ്രവൃത്തികളിലും ഈ ചെറിയ മാറ്റം വരുത്താനായാൽ ഹൃദയത്തിന്റെ കടുപ്പം അലിഞ്ഞുപോകുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനു പകരം അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയുകയും ചെയ്യും. ഓർക്കുക, സ്വന്തം ദുർബലതയെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ശക്തി. കാരണം ദൈവകൃപ പ്രവർത്തിക്കുന്നത് അതിലൂടെയാണ്. പൗലോസിനെ പീഡകനിൽ നിന്നും മഹത്തായ അപ്പസ്തോലനാക്കി മാറ്റിയ അതേ കൃപ നമ്മുടെ ജീവിതത്തെയും പുതുക്കാൻ കഴിവുള്ളതാണ്. അതിനാൽ നമുക്കിപ്പോൾ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം വിനീതമായി പ്രാർത്ഥിക്കാം. കാരുണ്യനിധിയായ കർത്താവേ, ഇന്നത്തെ വിശുദ്ധ വചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. മറ്റുള്ളവരെ വിമർശിക്കാനും വിധിക്കാനും എളുപ്പത്തിൽ വഴങ്ങുന്ന ഞങ്ങളുടെ ബലഹീനമായ സ്വഭാവത്തെ വിനീതമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകളിലെ തടിക്കഷണങ്ങളെ തിരിച്ചറിയാനും നീക്കം ചെയ്യാനുമുള്ള കൃപ ഞങ്ങൾക്ക് ദാനമായി തരണമേ. അഹങ്കാരത്തെയും സ്വാർത്ഥതയെയും കപടതയെയും അങ്ങയുടെ കരുണയും സ്നേഹവും കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ. വിശുദ്ധ പൗലോസിനെപ്പോലെ ഞങ്ങളും നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ അറ്റമില്ലാത്ത കൃപയിൽ ആശ്രയിക്കുവാനുള്ള വിനയം നേടട്ടെ. രോഗികളായവർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വേദനിക്കുന്നവർക്കും വിവിധ ആവശ്യങ്ങളോടെ പ്രാർത്ഥിക്കുന്നവർക്കും അങ്ങയുടെ സമാധാനവും ആശ്വാസവും നിറഞ്ഞിരിക്കണമേ. നമുക്കൊരുമിച്ച് സങ്കീർത്തനകാരനോടൊപ്പം ഏറ്റുചൊല്ലാം. കർത്താവേ, നീയാണ് എന്റെ ഓഹരിയും എന്റെ പാനപാത്രവും. അതെ കർത്താവേ, നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഇന്നും എപ്പോഴും സ്തുതി.